നമ്മുടെ സ്വന്തം റൂഹിൻ്റെ ഇവൻറ്റ് നടത്തിയത് നമ്മുടെ ജനുവരി 4-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൻറ്റിൻ്റെ വീഡിയോസ് വ്ളോഗായിട്ടൊന്നും എടുത്തില്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഫാമിലിയും റിലേറ്റീവ്സും ഒക്കെ ഒത്തുചേർന്ന് ഒരു കൊച്ചു ഇവൻറ്റ് അടിപൊളിയായിട്ട് നടത്തിയിരുന്നു കേട്ടോ. വെൽക്കം ടു റൂഹ്. നമുക്ക് ഉള്ളിലേക്ക് പോകല്ലേ, കമോൺ വരി. അപ്പോൾ നമ്മുടെ ഫുൾ വീടിൻ്റെ ഡീറ്റെയിൽ അടക്കമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നെന്താ നമ്മുടെ ഇവൻറ്റ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലബാമ്പ തലശ്ശേരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലബാമ്പയാണ് നമ്മളെല്ലാ ഇവൻറ്റും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. മെരീൻ്റെ നമ്മളുടെ ആഷ് ക്രിയേഷൻസ് തലശ്ശേരി നല്ല നമ്മളുടെ ബേൺഡ് ഓറഞ്ചിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സിൽ ഈ ഒരു ലെഹങ്ക വേണമെന്ന് പറഞ്ഞു. ആഷ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് മേക്കപ്പ് ചെയ്താൽ നമ്മളുടെ അനൂസ് ബ്രൈഡൽ മേക്ക് ഓവർ ആണ്. ആൻഡ് കമ്മിങ് ടു മൈ ജ്വല്ലറി, നല്ല പ്രീമിയം ജ്വല്ലറിയാണ്, അലൂറയാണ്, ഗോൾഡൻ കപ്പ് അലൂറ, അതും കണ്ണൂരാണ്. എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവന്റ് ചെയ്യുന്നത് ഐക്കോഫ് ആണ് കേട്ടോ. ഐക്കോഫ് ഇവന്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വെറൈറ്റി ആയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 12 o'clock മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ ജ്യൂസ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഒരു റെഡ് കാർപ്പറ്റും ഉണ്ട്. സോ നമുക്ക് ഉള്ളിലേക്ക് പോകാം. കമോൺ. അല്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു ഇവൻറ്റ് നമ്മൾ 2 പാർട്ടായിട്ടാണ് നടത്താൻ തീരുമാനിച്ചത്, ലഞ്ചും ഡിന്നറും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഉച്ചക്ക് 12 മണിക്കായിരുന്നു. അപ്പം ഈ ഒരു വ്ളോഗിൽ നമുക്ക് ഉച്ചക്കുള്ള ഇവൻ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ സീറ്റിംഗ് ഏരിയ. ഫസ്റ്റ് ഗസ്റ്റിനൊക്കെ നമ്മൾ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഫുൾ അറേഞ്ച്മെൻറ്റ്. സോഫയൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആൻഡ് ടി വി ഈസ് ഹിയർ. ബിഹൈൻഡ് ദാറ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. ഈ സോഫയൊക്കെ മോട്ടീഫ് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. കംപ്ലീറ്റ്ലി ഡ്രോ ചെയ്ത് ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് മോട്ടീഫ് തന്നെ ഐഡിയയിൽ ചെയ്തതാണ്. കംപ്ലീറ്റ് ഇൻറ്റീരിയറും വർക്കൊക്കെ. അപ്പം നമുക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇവിടെ ഒരു കൂൾ ആൻഡ് കാം ആയിട്ടുള്ള സ്ഥലം വേണം. അപ്പം പറഞ്ഞോളൂ. ഇവിടെ നമ്മൾ ആദ്യമേ ഉള്ളൊരു ഐഡിയ ആയിരുന്നു ഒരു ബുദ്ധനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. ഒരു കോട്ടയാടിൽ ഒരു ബുദ്ധനെ വേണമെന്ന് മിത്തേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധനെയും നമ്മൾ കസ്റ്റമൈസ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ എഞ്ചിനീയേഴ്സ് ഓർഡർ കൊടുത്തതാണ് ബാംഗ്ലൂരിൽ. ഇത് ഉണ്ടാക്കിച്ചത് രാജസ്ഥാനിൽ നിന്നാണ്. ഇത് ഒരു കംപ്ലീറ്റ് സിംഗിൾ സ്റ്റോണിൽ വരുന്ന കൊത്തിയെടുത്തൊരു ബുദ്ധനാണ് കേട്ടോ. ഈ ബുദ്ധൻ്റെ ഫോട്ടോസ് നമ്മൾ കൊടുത്തിട്ട്, എനിക്ക് ബുദ്ധൻ്റെ ഫേസ് ഭയങ്കര സ്മൈലി ആയിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസ് വേണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് അതേപോലെ അവർ ചെയ്തു. ഇതിൻ്റെ പിറകിൽ കാണുന്ന ഈ കംപ്ലീറ്റ് ഡിസൈൻ മോട്ടീഫ് ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു കംപ്ലീറ്റ് ഒരു പ്രീമിയം ലുക്കിൽ ഈ സാധനങ്ങളൊക്കെ, ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ്, രാജസ്ഥാനിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ. ഈ ബുദ്ധൻ്റെ വേറൊരു പ്രത്യേകത 480 കിലോളം വെയിറ്റ് ആണ് ഇതിനുള്ളത്. നമുക്ക് പോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രെയിൻ വെച്ചിട്ടാണ് ഇത് ഇതിനുള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു നാച്ചുറൽ ടച്ച് വരാൻ ഫുൾ പ്ലാന്റ്സും കാര്യങ്ങളും. താഴത്ത് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ, കോബിൾ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോകാം. അതിലിടക്ക് നമ്മുടെ മുഹമ്മദ് വലോറ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിന്റെ വേറെ ഒരു കണ്ണൂരിന്റെ സ്വന്തം ബ്ലോഗേഴ്സിൽ ഒരാണ് മുഹമ്മദ് വലോറ. ഇവിടെ ഗസ്റ്റിന് മനസ്സിലായോ ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ നമ്മുടെ സ്വന്തം നൂറയാണ് കേട്ടോ. നൂറയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തപ്പം നൂറക്ക് വളരെ സന്തോഷമായിരുന്നു. നൂറ ചോദിച്ചപ്പം തന്നെ ഒരു ചേട്ടാ ഉറപ്പായിട്ടും ഞാൻ വരും. ഒരുപാട് സന്തോഷമുണ്ട്. കറക്റ്റ് ടൈമിൽ രാവിലെ വന്നിട്ട് 11 മണിക്ക് വന്നിട്ട് നൂറ വൈകുന്നേരം വരെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും കൂടെ നിന്നിട്ടുണ്ടെന്ന്. ഒരുപാട് സന്തോഷം. ഇതാണ് വല്ലോറയുടെ സുപുത്രികൾ അല്ലേ. ഇവര് നമ്മളെ പോലെ അല്ലേ, ഇവര് ഭയങ്കര ചട്ടപ്പടയുടെ ബ്ലോഗേഴ്സ് ആണ് അല്ലെ, എനർജി ബ്ലോഗേഴ്സ് ആണ്. വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എല്ലാവർക്കും പറഞ്ഞൊരു കാര്യം നമ്മുടെ ഈ കൃഷ്ണയും ബുദ്ധിയും വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഗസ്റ്റും വന്ന് എല്ലാവരും എനിക്ക് വളരെ സ്പെഷ്യലായ ആൾക്കാരാണ്, വളരെ ക്ലോസ് ആയ ആൾക്കാരെ തന്നെയായിരുന്നു ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളൊക്കെ മിസ്സായി, കുറച്ച് ആളൊക്കെ വരാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രൗഡ് ഏകദേശം നല്ലോണം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടെൻഷനായിരുന്നു എല്ലാവരും പ്രോപ്പറായിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നില്ല. പക്ഷേ നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയ നമ്മുടെ ഐക്കോഫ് വളരെ നന്നായിട്ട് ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളും വെൽക്കമിങ് ഹോസ്റ്റസും എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിരുന്നു. അപ്പം അടുത്ത ആളെ ഞാൻ പരിചയപ്പെടുത്തണം, നമ്മുടെ സ്വന്തം അൽഫലയാണ് കേട്ടോ. അൽഫലയും ഫാമിലിയും നമുക്ക് വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ചാണ് വന്നത്. ഇവരോടൊക്കെ ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എന്ന് എനിക്കറിയില്ല. സ്നേഹം മാത്രം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇക്കയോടും ഇത്തയോടും മക്കളോടൊക്കെ. ഇതൊന്നും പറഞ്ഞാൽ തീരില്ല. അതൊക്കെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് റിട്ടേണായി കൊടുക്കാം. അൽഫലയുടെ കല്യാണം വരട്ടെ. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ചങ്കുകളായ നമ്മൾ വിളിച്ചിട്ട് വന്ന കുറേ ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് പേഴ്സണൽ ഇഷ്യൂ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റില്ല. ഇതാരാണെന്ന് നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം വിവേകും വീണയും നമ്മുടെ വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ആദ്യം നമ്മുടെ പഴയ വീട്ടിൽ വന്നിരുന്നു, ഇത് നമ്മുടെ പുതിയ വീട്ടിലും അമ്മയൊക്കെ കൂട്ടി വന്നപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും. പിന്നെ മനീഷിനെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ കൂടി മനീഷിൻ്റെ വീഡിയോയിൽ കൂടി നമ്മളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ബൈജു ഏട്ടൻ. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോരുള്ള പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇതെൻ്റെ അനിയനാണ്. അപ്പം ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇവൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റി, നമ്മൾക്ക് ആൾക്കാരെ ഓർഗനൈസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇത് സഹ്യ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഓണർ മിഥുനും വൈഫാണ്. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ്. പിന്നെ അത് ദീപേട്ടൻ. ഇതാണ് പ്രിഷ്യ ഡോക്ടർ, നമ്മുടെ മിരിയുടെ പ്രസവ ശുശ്രൂഷയൊക്കെ ചെയ്ത ഡോക്ടറാണ്. ഇത് പിന്നെ എൻ്റെ സ്വന്തം പെങ്ങളാണ്. പെങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ പെങ്ങളായി വരും, നീതു. പിന്നെ ഹജീഷും ഷോണയും നമ്മുടെ ചങ്കുകളാണ്. പിന്നെ വിച്ചൂസ്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരാളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും വീട് വന്നപ്പം വീടിനെ കുറിച്ചും എല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, അറേഞ്ച്മെൻറ്റ്സിനെ കൊണ്ട് പറഞ്ഞു. പിന്നെ അവരൊക്കെ അവരുടേതായ ലോകത്തായി വീഡിയോ എടുക്കലും. പിന്നെ ഒരു യൂട്യൂബർ മീറ്റപ്പ് പോലെ തന്നെയായിരുന്നു നമ്മളുടെ ഇവൻറ്റ്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട്, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇവൻറ്റിന് വന്ന പോലത്തെ ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ഒരു ഫാമിലി ഫംഗ്ഷന് വന്നതുപോലെയായിരുന്നു. അതുകൊണ്ട് ഞാനും വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഞാനും മെറിയും ഉമ്മറത്ത് തന്നെ ഇരുന്ന് എല്ലാവരും വെൽക്കം ചെയ്യലും ഗ്രീറ്റ് ചെയ്യലും അകത്തേക്ക് പറഞ്ഞു വിടലും. ബാക്കിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഹെൽപ്പ് ചെയ്തൊക്കെ ഇവൻറ്റ് കളർഫുള്ളായി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ദീപേട്ടൻ്റെ വൈഫാണ്. പിന്നെ നമ്മുടെ ഉപ്പിലെ പ്രിയയും പ്രമോദേട്ടനും ഉണ്ടായിരുന്നു. വിത്ത് ഫാമിലിയാണ് വന്നത്. പിന്നെ നമ്മുടെ സിനി വിഷ്ണുവാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എത്തിയ ഒരാൾ. നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ നമ്മൾ വീട്ടിലെത്തി നമുക്ക് വേണ്ടി അത്രയും സമയം വെയിറ്റ് ചെയ്ത ആളായിരുന്നു കേട്ടോ. പിന്നെ ഓരോരാളെയും ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ വിട്ടുപോകും ചില സമയം. ഇത് നമ്മുടെ ബിന്ദുവൊക്കെയാണ് കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയെ പോലെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത് ബിന്ദുവൊക്കെ മോളും കൂടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ പ്രജി, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ മെറീനെ അന്ന് ഒരുക്കിയതൊക്കെ പ്രജിയും നീത്തുവച്ചും കൂടിയായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തിലെ ചെറിയൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മുടെ ഡൈനിങ് ഏരിയയിലെ ഷാൻലിയർ. അപ്പം ഗസ്റ്റൊക്കെ വരുന്നതിനേക്കാളും മുന്നേ നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വന്നാൽ പ്രോപ്പറായി കാണാൻ വേണ്ടിയിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വീട്ടിലെല്ലാ മുക്കിലും മൂലയിലും ഹോസ്റ്റസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നമ്മൾ കാർ പാർക്കിങ്ങും വാലറ്റും ഒക്കെ പ്രോപ്പറായി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്യൂരിറ്റീസിനെയും വാലർ പാർക്കിങ്ങിനും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി നമ്മുടെ ഇവൻറ്റ് നല്ല വൃത്തി, ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കൂടാതെ ഇവൻ്റ് അറ്റൻഡ് ചെയ്യാനും അവരുടെ വന്ന വെഹിക്കിൾ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ചെയ്യാൻ പറ്റി. അതൊക്കെ ചെയ്തു തന്നത് നമ്മുടെ ഐക്കോഫ് ഇവൻ്റാണ് കേട്ടോ. അവർ നന്നായിട്ട് ഇവൻ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല എന്നാണ് എനിക്കും തോന്നിയത്. കാരണം ഏറ്റവും നമ്മൾ ടെൻഷൻ അടിക്കുന്ന വേറൊരു കാര്യമായിരിക്കും ഏത് ഇവൻറ്റ് വരുമ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ ഐക്കോഫ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അവർ പറഞ്ഞതിനേക്കാൾ അടിപൊളിയായി ചെയ്തു. പിന്നെ ഈവനിങ് ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ വീണ്ടും എത്തി. നമ്മുടെ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോളുടെ വിശേഷം, ഈവനിങ് ഗസ്റ്റിൻ്റെ വിശേഷമൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ.